സർ AMH ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1.25 ആയിരുന്നു. അപ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് കൺസീവ് ചെയ്യണോ, എന്തായിരിക്കും ഓപ്ഷൻ? 1.25 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറവാണ്, ലോ റേഞ്ച് ആണ്. എൻ്റെ അടുത്ത് ഒവേറിയൻ റിസർവ് കുറവാണെന്നാണ്. പെട്ടെന്ന് കൺസീവ് ആണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കെട്ടി കൺസീവ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ പെട്ടെന്ന് കെട്ടാനൊക്കെ ചിലപ്പം അതിൻ്റെതായ അല്ലേ ഇത് കാണും, ആളെ കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കെട്ടുക എന്നുള്ളതാണ്. ഇപ്പം അടുത്തത് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അടുത്ത കുട്ടിക്ക് വേണ്ടി നോക്കുക, എന്താണെന്ന് പറഞ്ഞാൽ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് യൂസൈഡ് ഫ്രീസിനെ കുറിച്ച് ആലോചിക്കണം. നമ്മളിപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എഗ് റിസർവ് ശരിക്കും കുറയും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒന്ന് യൂസൈഡ് ഫ്രീസിങ്ങിനെ കുറിച്ച് എഗ്ഗ് പിക്ക് ചെയ്ത് വെക്കുക, അല്ലേ? നമ്മൾ IVF ചെയ്യുന്നത് പോലെ IVF ചെയ്യുന്നില്ല ഇവിടെ, നമ്മൾ ആ എഗ്ഗ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു പൂൾ ഓഫ് എഗ്സിനെ നമ്മൾ റിട്രീവ് ചെയ്യുന്നു വജൈന വഴി, എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നു. ചിലപ്പോൾ 1-2 മാസം റിട്രീവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അപ്പം റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൂക്ഷിച്ച് വെച്ചേക്കുന്ന oocyte നമുക്ക് ഉപയോഗിക്കാം. അതൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് oocytes എഫക്റ്റഡ് ആവുമോ? ഇല്ല, അല്ല. എഗ്ഗിന്റെ ക്വാളിറ്റി ഒരു ഏറ്റവും ബെസ്റ്റ് എംബ്രിയോ ആയിട്ട് വെക്കുന്നത്. പക്ഷെ പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എംബ്രിയോ ആയിട്ട് വെക്കാം. പക്ഷെ പാർട്ട്ണർ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു 2 തവണയൊക്കെ പിക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ദാറ്റ് ഇനഫ് നമ്പർ ഓഫ് എഗ്സ്, അല്ലേ?